ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനക കരയുന്നത് കണ്ടിട്ട് കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അനി വന്നത്. അപ്പം മുത്തശ്ശൻ്റെ ഒരു അസുഖത്തെക്കുറിച്ച് ഓർത്തിട്ടാണെന്നൊക്കെ ആദ്യം കനക പറയുന്നുണ്ടെങ്കിലും പയ്യെ പയ്യെ സംസാരം നയനയിലേക്ക് എത്തുകയാണ്. അപ്പം ആദർശനെക്കുറിച്ചായി പിന്നീടുള്ള സംസാരം. അപ്പം അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ആദർശേട്ടൻ്റെ അതേ സ്വഭാവമുള്ള നയനയെടുത്തി ആദർശേട്ടൻ മനസ്സിലാക്കാത്തത് എന്നെനിക്കറിയില്ല എന്നൊക്കെ അവനും സങ്കടത്തോടെ പറയുകയാണ്. അപ്പം കനക കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും എൻ്റെ മോളുടെ ആഗ്രഹങ്ങളൊക്കെ ആദർശമോ നിറവേറ്റി കൊടുക്കുമായിരിക്കും അല്ലേ മോനെ? നയനമോൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പം അനി ചോദിക്കുന്നുണ്ട്, നയനേടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ നയനേടത്തിയുടെ അമ്മ കരഞ്ഞത്? ഒരിക്കലും അല്ല മോനെ. എൻ്റെ മോൾക്ക് നല്ലൊരു ഭർത്താവിനല്ലേ കിട്ടിയിരിക്കുന്നത്. മോൻ പറഞ്ഞ പോലെ ആദർശ മോനെ പോലെ നല്ലൊരു സ്വഭാവമുള്ള വ്യക്തികളെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ ഭാഗ്യ അങ്ങനെ ഒരു മരുമോൻ. പിന്നെ മോൻ പറഞ്ഞ പോലെ എല്ലാ ജീവിതത്തിലും ഉണ്ടല്ലോ അങ്ങനെ ചെറിയ ചെറിയ കല്ലുകടികൾ. അതൊക്കെ അങ്ങ് ശരിയാവുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ടാണ് അവരവിടുന്ന് പോകുന്നത്. അതേസമയം അലക്കിയ തുണികളൊക്കെ എടുത്ത് വരുന്നതാണ് നയന. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് നവ്യം വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് നവ്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, നയനെ എന്തുമാത്രം സങ്കടങ്ങൾ അടക്കി പിടിച്ചാ നീ ഇവിടെ ജീവിച്ചിരുന്നത്? നയന സങ്കടത്തോടെ ചേച്ചിയെ നോക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം കൊള്ളത്തില്ല, അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാവരും വിധി എഴുതിയതാണ്. എന്നാ അന്ന് കുടുംബത്തെ നിലനിർത്തിയത് നീയാ. അങ്ങനെയുള്ള നിനക്ക് എന്നേക്കാളും നല്ലൊരു ജീവിതം കിട്ടേണ്ടതായിരുന്നു. അപ്പം നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ കുടുംബജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്തൊരു സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്കും നമ്മുടെ കുടുംബത്തിനും ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കടങ്ങളിപ്പോൾ തീർന്നേനെ, അച്ഛൻ്റെ കഷ്ടപ്പാട് കുറഞ്ഞേനെ, നന്ദുവും നല്ല രീതിയിൽ പഠിച്ചേനെ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നവ്യക്ക് ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. അവൾ പറയുന്നുണ്ട്, അതിനൊക്കെ തടസ്സമായത് ഞാനാണല്ലോ. ഞാൻ അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കുടുംബം നന്നായി പോയേനെ. അപ്പം നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവളെ. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ആദർശേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി ചേച്ചി മാത്രമാണ് മകളെന്ന് അമ്മ കള്ളം പറഞ്ഞു. അവിടം തൊട്ട് കല്ലുകടി തുടങ്ങി. ഇപ്പോൾ അതിലൊക്കെ അമ്മക്ക് നല്ല കുറ്റബോധമുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ ആദർശേട്ടനെ നഷ്ടപ്പെടുത്തിയതിൽ പലപ്പോഴും എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ നല്ലവനാ. എത്ര തവണയാ നമുക്ക് വേണ്ടി ആദർശേട്ടൻ റിസ്ക് എടുത്തത്. സ്വന്തം അമ്മയുടെ വാക്ക് കേൾക്കാതെ ഒരുപാട് തവണ നമുക്കൊപ്പം പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ദേ ഇപ്പോൾ നിർമ്മലിൻ്റെ കേസ് ഉൾപ്പെടെ പലതിലും. പക്ഷേ എന്നെ ഒരു ഭാര്യയായി ആദർശേട്ടന് കാണാൻ കഴിയാത്തതിൽ കാരണമുണ്ട്. അപ്പം നവ്യ ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ്. ഒരിക്കലും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ല ഞങ്ങളുടെ വിവാഹം നടന്നത്. എന്തോ ഒരു ദൈവനിയോഗം പോലെ അതിനു മുമ്പ് പലതവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ തമ്മിൽ പരസ്പരം പലപ്പോഴും കലഹിക്കുമായിരുന്നു. അതൊക്കെ നവ്യക്ക് പുതിയ അറിവുകളായിരുന്നു. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെയുള്ള രണ്ടുപേര് ഒരിക്കലും പരസ്പരം ഒന്നിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ടും ഒന്നിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ബെഡ്റൂമിനകത്ത് നീതി കിട്ടിയിട്ടില്ല എനിക്ക്. എന്നിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ആദർശേട്ടനെ. എന്നിട്ടും എനിക്കറിയാം എൻ്റെ ഈ വീട്ടിലെ ആയുസ് മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അത് കഴിഞ്ഞാലും നീ പോവരുത്. എന്തിനാ പോകുന്നേ? അപ്പം നയന ചോദിക്കുക തിരിച്ച്, എന്തിനാ നിൽക്കുന്നേ? നമ്മളൊരാളുടെ ഭാര്യയാവുന്നത് ഭാര്യാഭർത്തൃബന്ധം നയിക്കാനാ. അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്താ അർത്ഥം ഉള്ളത്? അവിടെ പിന്നെ എന്തിനാ ചേച്ചി നമ്മൾ കടിച്ചു തൂങ്ങുന്നേ? അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നീ പോയാൽ ആദർശേട്ടൻ അത് സഹിക്കാൻ പറ്റുമോ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല നയന പറയാ. ആദർശേട്ടൻ്റെ ഹൃദയത്തിനകത്ത് എനിക്കൊരു ചെറിയ സ്ഥാനം പോലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇതൊന്നും ആരോടും പറയാതെ കുറച്ചു കാലം കൂടി ഇവിടെ ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അമ്മ അത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നയന കരഞ്ഞുകൊണ്ട് പറയാണ്. പിന്നെ ഞാനിനി ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ ആദർശേട്ടൻ മാത്രമേ കാണൂ. ആദർശേട്ടൻ വേറെ കല്യാണം കഴിച്ചാലും ഈ താലി ഭദ്രമായിട്ട് എൻ്റെ കഴുത്തിൽ കാണും. നയന കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കാണുമ്പോൾ നവ്യക്ക് ഒത്തിരി സങ്കടമാവുകയാണ്. നയന പറയുന്നുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചേച്ചി. ആദർശേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും ഭർത്താവും കുട്ടികളുമായിട്ട് സ്നേഹത്തോടെ കഴിയണമെന്നും ഒക്കെ. കല്യാണം കഴിഞ്ഞ ഏത് പെൺകുട്ടിക്കാ അത്തരം ആഗ്രഹങ്ങളില്ലാത്തത്? പിന്നെ അതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. മുത്തശ്ശൻ്റെ കാലശേഷം ഞാനിവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കണം. പിന്നെ ആദർശേട്ടനും കാണില്ലേ ചില മോഹങ്ങളൊക്കെ, അതിനനുസരിച്ച് ആദർശേട്ടൻ ജീവിക്കട്ടെ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നയന പറയാ, ഒരാൾക്കും തലവേദനയാവാൻ ഞാനില്ല. സ്നേഹിക്കാവുന്നിടത്തോളം സ്നേഹിച്ചു നോക്കും.
ആ മനസ്സിൽ ഒരിടം കണ്ടെത്താൻ നോക്കും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇടനെഞ്ച് പൊട്ടിക്കൊണ്ടാണെങ്കിലും ഇറങ്ങിക്കൊടുക്കണം. അതാ എൻ്റെ തീരുമാനം. എന്നിട്ട് നവ്യ അഭിമുഖീകരിക്കാനാതെ അവളവിടെ നിന്ന് പോവുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്നിട്ട് കനക പൊട്ടി പൊട്ടി കരയാണ്. അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കരഞ്ഞു അല്ലേ? പെട്ടെന്ന് തന്നെ കണ്ണീര് തുടച്ചുകൊണ്ട് കനക പറയുന്നുണ്ട്, ഏയ് ഇല്ല മൂർത്തി സാറേ. എന്തിനാ കനകയെ കള്ളം പറയുന്നത്? ഇവിടെ വന്നതിന് ശേഷം നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി തോന്നിയോ? അദ്ദേഹം ചോദിക്കുകയാണ്. നവ്യ അഭിയും തമ്മിൽ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അവർക്കിടയിൽ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. അവരുടെ കാര്യത്തിലായിരിക്കും നിനക്ക് സങ്കടം വന്നതല്ലേ? അപ്പം കനക വേഗം പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഇല്ല സാറേ. അദ്ദേഹം ചിരിക്കുന്ന കണ്ടപ്പോൾ കനക പറയാണ്, പിന്നെ ഇതുപോലൊരു വലിയ വീട്ടിൽ കടന്നു വരാനുള്ള അർഹതയൊന്നും എൻ്റെ മക്കൾക്കില്ല എന്ന് എനിക്കറിയാം. അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ. കനക അദ്ദേഹത്തിൽ നിന്നും സത്യങ്ങൾ മറച്ചു വെക്കാൻ പാടുപെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കനക നിന്നോട്, വലിയ വീടെന്നോ ചെറിയ വീടെന്നോ ഉള്ള വ്യത്യാസമില്ല. വീട്ടിലേക്ക് കടന്നു വരുന്നവരുടെ സ്വഭാവം തന്നെയാണ് പ്രധാനം. അങ്ങനെ വരുമ്പോൾ നയനമോളെപ്പോലൊരു മരുമകളെ തന്ന നിന്നോടും ഗോവിന്ദനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിൻ്റെ തോത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മൂർത്തി സാറിൻ്റെ മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ് ഇവിടുത്തെ ആദർശമോനും ഉള്ളത്. അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ആദർശും നയനയും ചേരേണ്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് നിനക്കും ഗോവിന്ദനും ഒപ്പം അന്ന് നയനമോള് വീട് വിട്ട് ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ അത്രയും ഇമോഷണലായത്. കനക സങ്കടത്തോടെ അദ്ദേഹത്തെ നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, മോൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതോടെ ഈ വീട് ഇരുളിലാവും. അത് ഈ വീട്ടിലുള്ള ചിലർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും എല്ലാം അറിയുന്ന ഞാൻ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയേ മതിയാവൂ. അത് നിന്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ തറവാടിൻ്റെ ആവശ്യമാണ്. ഞാൻ ഇന്നും പൂജാമുറിയിൽ കയറി കുടുംബദേവതകളോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമകൾ ആരായാലും അവൾ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണേന്ന്. അങ്ങനെ വരുമ്പോൾ കുടുംബദേവതകൾക്ക് നയനമോളെപ്പോലൊരു മരുമകളെ കൊണ്ടു തന്നേ പറ്റൂ. പിന്നെ നവ്യമോളുടെ കാര്യം, മോളും കുറച്ചു കഴിയുമ്പോൾ ഈ വീട്ടിലെ ചിട്ടകളുമായി പൊരുത്തപ്പെട്ടു വരും. അതുകൊണ്ട് വെറുതെ നീ സങ്കടപ്പെടേണ്ട. ഇവിടെ നിന്റെ മക്കൾക്കൊപ്പം നിൽക്കാൻ വന്നിട്ട് മാറി നിന്ന് കരയുന്നത് കാണുമ്പോൾ മനസ്സിന് വലിയൊരു സങ്കടമാണ്. കനക ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പോയപ്പം വീണ്ടും കനക പൊട്ടി കരയാണ്. കാരണം അദ്ദേഹത്തോട് പറയാൻ പറ്റാത്ത സങ്കടങ്ങളാണുള്ളത്. കനക നേരെ പോകുന്നത് ആദർശനുള്ള ചായയുമായിട്ടാണ്. അവനെന്തോ ജോലി തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് ചായ കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചായ അവിടെ വെച്ചിട്ട് പോകാൻ ശ്രമിക്കുമ്പം വീണ്ടും വിളിക്കുകയാണ്, മോനെ. അപ്പോൾ ആദർശ് തിരിഞ്ഞു നോക്കുകയാണ്. നവ്യമോൾ എങ്ങനെ ഈ വീട്ടിലേക്ക് വന്നതെന്ന് മോൻ അറിയാലോ? ശരിക്കും നവ്യമോളെ മോന് വേണ്ടി ആലോചിച്ചതാ. എന്നിട്ട് അവസാനം അവളാണ് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തത്. എന്നാൽ എൻ്റെ നയനമോൾ അങ്ങനെയല്ല. മോൾക്ക് വലിയ സമ്പത്തുള്ള വീട്ടിലേക്ക് വരണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദർശ് പറയാണ്, ഇതൊക്കെ പലതവണ നയന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വിഷയം അമ്മ സംസാരിക്കാനുള്ള കാരണം എന്താ? ആദർശ് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പം കനക ചെറിയൊരു ഭയത്തോടെ പറയാണ്, അല്ല, അഭിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. എന്നാൽ അതുപോലെയല്ല മോനെപ്പോലൊരു പയ്യനെ എൻ്റെ നയനമോളുടെ ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യമാണ്. ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ആ ജന്മത്തിലും ആദർശ് മോൻ തന്നെ എൻ്റെ മോളുടെ ഭർത്താവായിട്ട് വരണമെന്നാ എൻ്റെ ആഗ്രഹം. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട്, ഇവരെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പം കനക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, നവ്യമോളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ കാണാനും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കുറച്ചു മാസം കഴിഞ്ഞും വിശേഷം അറിയിച്ചില്ലെങ്കിൽ എല്ലാവരും പിന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചില നേരത്ത് അതിനൊക്കെ മറുപടി പറഞ്ഞ് എല്ലാവരും മടുക്കുകയും ചെയ്യും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. പേടിയോടുകൂടിയാണ് കനക സംസാരിക്കുന്നത്. ആദർശാണെങ്കിൽ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നത് കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് വലിയ പ്രയാസമാണ്. പെട്ടെന്ന് ആദർശ് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, അവൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അമ്മ എന്നോട് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. അയ്യോ, ഒരിക്കലുമില്ല. കനക സങ്കടത്തോടെ പിന്നെ കണ്ണ് നിറഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ആദർശം നേരെ കൈകൂപ്പിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, മോൻ എൻ്റെ മോളെ സ്നേഹം കൊണ്ട് മൂടുന്നതിന് ഈ അമ്മ ഒരുപാട് നന്ദി പറയുക. ഇതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നവർ അധികം ഉണ്ടാവില്ല. ആ നന്ദിയുണ്ടല്ലോ, അത് ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കാണും. ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് അവർ പറയുന്നത്. അത് കേട്ടപ്പോൾ ആദർശൻ എവിടെയോ കുറ്റബോധം ഫീൽ ചെയ്യാണ്. കരഞ്ഞുകൊണ്ടാണ് അവർ ആദർശിനെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ കാണിക്കുന്നത് കനക ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജലജ വരികയാണ് ഡൈനിങ് ഹാളിലേക്ക്. കനക വലിയ മൈൻഡൊന്നും വെക്കുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഭദ്രകാളിയെ പോലെ ജലജ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കനക വിചാരിക്കുന്നുണ്ട്, ഇവൾ ഒറ്റ ഒരുത്തിയാ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത്? അതെ, തൊരപ്പനുണ്ടോ? എന്ത്? അതെ, ഈ മരച്ചീനിയുള്ളിടത്താണ് തൊരപ്പം വരുന്നത്. ഇവിടെ മരച്ചീനിയൊന്നുമില്ല. അതെ, മരപ്പട്ടിയുണ്ടോ? മരപ്പട്ടിയൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ നിന്റെ വീട്ടിലുണ്ടാവാനുള്ള സാഹചര്യമേ ഉള്ളൂ.
ജലജ വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ കനക കളിയാക്കിക്കൊണ്ട് പറയാണ്, എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലൊരു മരപ്പട്ടി ഉണ്ടെന്നാണ്. എന്തായാലും തൊരപ്പനുണ്ട്, ആ കാര്യം ഉറപ്പാ. അപ്പോൾ ജലജ പറയാ, അതെ തൊരപ്പനുണ്ട്, ഒരു തൊരപ്പനുണ്ട്. ആ തൊരപ്പനാണ് എൻ്റെ മോൻ്റെ ജീവിതം കാർന്ന് തിന്നുന്നത്. എന്നാൽ ആ തൊരപ്പനെ നമുക്ക് തങ്ങ് തല്ലിക്കൊന്നാലോ? കനക ചോദിക്കുക. തല്ലിക്കൊല്ലുകയല്ല, ആ തൊരപ്പനെ കെണിവെച്ച് പിടിച്ച് മുക്കിക്കൊല്ലണം. അപ്പോൾ കനകയും ചിരിച്ചുകൊണ്ട് പറയാണ്, അയ്യോ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയല്ല, ഈ മീനൊക്കെ വരയും പോലെ വരഞ്ഞ് മുളകും ഉപ്പും ഒക്കെ തേച്ച് നീട്ടി നീട്ടി കൊല്ലണം. പെട്ടെന്ന് ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ തൊരപ്പനെ കൊല്ലുന്ന കാര്യമല്ലേ പറഞ്ഞത്. ആ തൊരപ്പനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നീ എന്തോ വേറെ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ജലജ പറയാ, ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്തെങ്കിലും ഉദ്ദേശിച്ച് കാണും, അത്രേ അറിഞ്ഞാൽ മതി. കനക വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് പറയുന്നത്. അപ്പം ജലജ പറയാണ്, എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് കെട്ടിക്കയറി വരുവാണല്ലോടി. അതെ, എൻ്റെ ഒരു മോളല്ല, 2 പെൺമക്കൾ ഇവിടുത്തെ മരുമക്കളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നതിൽ എന്താ കുഴപ്പം? അപ്പം ജലജ പരിഹാസത്തോടെ പറയുന്നുണ്ട്, അതെ നിന്റെ മോൾ ആദർശിൻ്റെ ഭാര്യയായിട്ട് വന്നപ്പോൾ ആദ്യം അവൻ്റെ കൂടെ ബെഡ്റൂമിലല്ല കിടന്നത്, ഇവിടുത്തെ സ്റ്റോർ റൂമിലാണ്. അത് കേട്ടപ്പോൾ കനകക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്കും അവിടെ കിടക്കാനുള്ള അർഹതയുള്ളൂ, നിങ്ങൾക്കും അവിടെ കിടക്കാനുള്ള അർഹതയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിച്ച് തരുമോ? കനക കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാനേ ഈ തറവാട്ടിലെ പെണ്ണാ. അപ്പോൾ കനക പരിഹാസത്തോടെ പറയും, എന്ന് എന്താ ഇത്ര ഉറപ്പ്? അപ്പോൾ ജലജ സംശയത്തോടെ കനകയെ നോക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഈ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആരാണെന്നും എവിടുന്നാ വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളെപ്പറ്റിയും എനിക്കറിയാം. അതുകൊണ്ട് എന്നെക്കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയിപ്പിക്കണ്ട. നിന്നോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ജലജ സംശയത്തോടെ ചോദിക്കുക. പറഞ്ഞെന്ന് തന്നെ കൂട്ടിക്കോ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ 2 പെൺമക്കളുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിങ്ങൾ വന്ന ചരിത്രമൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിക്കാത്തതാ നല്ലത്. അപ്പോൾ ജലജക്ക് ദേഷ്യം വന്നിട്ട് ജലജ പറയാണ്, എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് 3 നേരം നല്ല ഷാപ്പാട് കിട്ടുന്നുണ്ടല്ലോ, പോയി കിടന്ന സ്റ്റോർ റൂമിലോ മറ്റോ കിടന്ന് ഉറങ്ങടി. അപ്പോഴേക്കും കനകക്ക് ദേഷ്യം വരിക. കനക വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, അതെ ജലജേ, നിനക്ക് ഈ കനകയെ ശരിക്കും അറിയില്ല. ഇങ്ങോട്ട് നന്നായിട്ട് പെരുമാറിയാ അങ്ങോട്ടും നന്നായിട്ട് പെരുമാറും, ഇല്ലെങ്കിൽ നിന്റെ അടിവേര് വരെ ഞാനിങ്ങോട്ട് പിഴുതെടുക്കും. അപ്പോൾ ജലജ പറയാ, അത് വാക്കിലൂടെ പറയാതെ കാണിക്കടി. അപ്പോൾ കനകയും പരിഹാസത്തോടെ പറയാണ്, കാണിക്കാൻ തന്നെ അടി പോകുന്നത്, നീ കരുതിയിരുന്നോ? നീ എന്താടി വിളിച്ചത് തന്നെ? എടീന്നോ? ജലജ തിരിച്ചു ചോദിക്കുകയാണ്. നിന്നെ എടീന്നല്ല വിളിക്കേണ്ടത്, നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ കനക ശബ്ദം എടുത്ത് സംസാരിക്കുകയാണ്, എന്നെ തല്ലുമല്ലേ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിന്നെ തല്ലേണ്ടതാണ്, പക്ഷെ ഞാൻ തല്ലിയില്ലല്ലോ. ആര് പറഞ്ഞു തല്ലിയില്ലെന്ന്? നീ എന്നെ തല്ലി. കനക ശബ്ദം ഉയർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജലജ ചോദിക്കൂ, എപ്പോഴാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാടി. ശബ്ദം താഴ്ത്തി ജലജക്ക് കേൾക്കാൻ പാകത്ത് പറയാ. അതിനുശേഷം ഹാളിലേക്ക് പോയി വലിയ വായിൽ നിലവിളിക്കുകയാണ്, മൂർത്തി സാറേ എന്നെ ഇവർ തല്ലി, എന്നെ ജലജ തല്ലി. അതിനുശേഷം ഓരോരുത്തർ പേരെടുത്ത് വിളിക്കുകയാണ്, നവ്യമോളെ, ആദർശമോനെ, നയനമോളെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ട് നിലവിളിക്കുകയാണ്, എന്നെ ഇവർ തല്ലി. അപ്പോൾ ആദ്യം തന്നെ ഓടിയെത്തത് നയനയുടെ നേരെ അവർ പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ്, എന്നെ ജലജ തല്ലി, ഇനി ഞാനിവിടെ നിൽക്കില്ല. അപ്പം നയന വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്തേ? എന്നെ അടിച്ചു, എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കി, ഞാനിനി ഇവിടെ നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശനും അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കനക, എന്താ പറ്റിയേ? അപ്പോൾ വീണ്ടും അവർ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് പറയാണ്, എന്നെ തല്ലി, എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി. ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വന്നപ്പോൾ പറയാം, എൻ്റെ മൂത്ത മോളുടെ അമ്മായി അമ്മ തന്നെ. എന്നിട്ട് ജലജക്ക് നേരെ കൈ ചൂണ്ടുകയാണ്. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജ ധർമ്മസങ്കടത്തിലായി. അവർ പറയുന്നുണ്ട്, അയ്യോ ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ ചെയ്യാതെ കനക അങ്ങനെ പറയുമോ? ജലജ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും കനക മുടിയൊക്കെ വാരി വലിച്ചിട്ട് സങ്കടത്തോടെ കരയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, വീട്ടിലേക്ക് വന്ന അതിഥിയാണ് കനക, അതിലുപരി നിന്റെ മകൻ്റെ ഭാര്യയുടെ അമ്മയും. അങ്ങനെയുള്ളപ്പോൾ അതിഥിയെ ക്ഷണിച്ചിരുത്താതെ ആട്ടിയിറക്കാനാണോ നോക്കുന്നത്? അപ്പോൾ ജലജ വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, എന്തൊരു കള്ളമായി ഇവിടെ ഈ പറയുന്നേ. അപ്പോൾ കനകയും പറയും, അയ്യോ അതുതന്നെയാണ് ഞാനും പറയാൻ നിൽക്കുന്നേ, മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയുമോ? ദേ ഈ മുടി നോക്ക്. വാരി വലിച്ചിട്ട മുടിയൊക്കെ കാണിച്ചു കൊടുത്ത് പറയാം, ഈ മുടിയൊക്കെ കുത്തിപ്പിടിച്ചല്ലേ എന്നെ തല്ലിയത്, എൻ്റെ മൂർത്തി സാറേ വേദന കൊണ്ട് ഞാൻ ഓടി വരുമായിരുന്നു. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ ഞാനിവിടുന്ന് പോണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നതാവോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ അവസാന വാക്ക് പോലെ പറയാണ്, കനക ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, ഇനി കനകയുടെയും നിന്റെ മകൻ്റെ ഭാര്യയായിട്ടുള്ള അമ്മയാവാൻ പോകുന്ന നവ്യമോളുടെയും കാര്യങ്ങൾ നീയും നിന്റെ മകനും നോക്കണം. അപ്പം ജലജ ഞെട്ടുകയാണ്. അവർക്കൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ അത് നയനമോളല്ല, നീയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
അതുപോലെ ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിന്റെ മോനോട് ഇത് പറഞ്ഞേക്കണം. അപ്പോൾ കനക വീണ്ടും പറയാണ്, അയ്യോ എനിക്ക് വെള്ളം ഇറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, അതുപോലെയല്ലേ കഴുത്ത് കുത്തിപ്പിടിച്ചത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് കയ്യിലായിരുന്നോ കനകെ? അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ മേലായിരുന്നോ? മുത്തശ്ശനും പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം. ഇനി ഇവൾ കൈ ചൂണ്ടണമെന്നില്ല. മോശമായി സംസാരിച്ചാൽ പോലും കനകയുടെ 5 വിരലും അവളുടെ കരണത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കനകക്കായിരിക്കും തല്ലുകൊള്ളുന്നത്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അയ്യോ ഒരു അന്യ വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ സാറേ? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചെയ്യാൻ പറ്റണം. ഇത് അന്യ വീടൊന്നുമല്ല, നിന്റെ വീടാണ്. ഇവൾക്കുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യം നിനക്കും ഉണ്ട്. പിന്നെ ഇവിടുത്തെ 2 മരുമക്കളുടെ അമ്മ എന്ന നിലയ്ക്ക് ഇവളെക്കാളും സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടേണ്ടത് നിനക്കാണ്. അത് കേൾക്കുന്ന സമയത്ത് ദേവയാനി പുച്ഛത്തോടെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, കനകയുടെ 2 മക്കൾക്ക് 2 അമ്മായിയമ്മമാരുണ്ട്. അവർ 2 പേരും മരുമക്കളെ മാത്രമല്ല അവരുടെ ബന്ധുക്കളെയും ഇൻസൾട്ട് ചെയ്യുന്നു. അതങ്ങ് നിർത്തിയേക്കണം, നിന്നോടും കൂടിയാണ് പറഞ്ഞത്, ദേവയാനിയോട് പറയാം. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, അച്ഛാ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പം മുത്തശ്ശിയാണ് പറയുന്നത്, ചെയ്യുന്നില്ല, പക്ഷെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ളിലുള്ള വെറുപ്പുണ്ട്. അവരെങ്ങനെ ഈ വീട്ടിൽ വന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരിപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് അവർക്കും അവരുടെ ബന്ധുക്കൾക്കും ആ പരിഗണന കൊടുത്തേക്കണം. എനിക്കത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെയാണ് അദ്ദേഹവും മുത്തശ്ശി അവിടുന്ന് പോകുന്നത്. അതിനുശേഷം ദേവയാനി ജലജയെ നോക്കുന്നുണ്ട്. കാരണം ദേവയാനിക്ക് കൂടി വഴക്ക് കേൾക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ എല്ലാവരും അവിടുന്ന് പോയതിനു ശേഷം ജലജ കനകയോട് ചോദിക്കുന്നുണ്ട്, കനകെ ശരിക്ക് പറയണം, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അപ്പോൾ കനക ഒരു പരിഹാസത്തോടു കൂടി ജലജയെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.